ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1937. ഇന്ന് ഏപ്രിൽ മാസം 20-ാം തീയതി 110-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് ഉയർപ്പ് ഞായർ ദിനമാണ്. ഈസ്റ്റർ പെരുന്നാൾ. ക്രിസ്തുമസ് ആണോ ഈസ്റ്റർ ആണോ കൂടുതൽ ഇഷ്ടം? കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്. എല്ലാവരും പറയും ക്രിസ്തുമസ് ആണ്. ക്രിസ്തുമസിന് പുൽക്കൂടുണ്ട്, മാലാഖയുണ്ട്, നക്ഷത്ര വിളക്കുകളുണ്ട്, ക്രിസ്തുമസ് പപ്പായുണ്ട്, ക്രിസ്തുമസ് കാർഡുകൾ, കരോൾ, അങ്ങനെ അങ്ങനെ ഓർപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങൾ. എന്നാൽ ഈസ്റ്ററിനാകട്ടെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ തിരിച്ച് നമ്മളോട് ചോദിക്കുകയാണ്, ക്രിസ്തുമസ് ആണോ ഈസ്റ്റർ ആണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ ഒട്ടും സംശയിക്കാതെ ഈസ്റ്റർ ആണെന്ന് നമ്മൾ തിരിച്ചു പറയണ്ടേ? ഉത്സവങ്ങളുടെ ഉത്സവമെന്നാണ് ഉയർപ്പ് പെരുന്നാൾ അറിയപ്പെടുന്നത്. ഈ ഉയർപ്പ് പെരുന്നാൾ, ഈ ഉയർപ്പ് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ക്രിസ്മസ് ആരും ആഘോഷിക്കുമായിരുന്നില്ല. അധികമാരും ഓർക്കുപോലുമില്ലാതെ ഒരു സാധാരണ ജന്മദിനമായി അതങ്ങനെ പൊടിപിടിച്ച് കിടന്നേനെ. ക്രിസ്തുമസിനെ ഇത്രത്തോളം സജീവമാക്കുന്നത് ഉയർപ്പെന്ന മഹാത്ഭുതമാണ്. ശരിക്കും ക്രിസ്തുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു വാക്കുകൾ ഏതാണ്? അവൻ ഇവിടെയില്ല എന്നാണ്. കല്ലറയ്ക്ക് മുമ്പിലെ മാലാഖമാർക്ക് പറയാൻ അതാണ് ഉണ്ടായിരുന്നത്, അവൻ ഇവിടെയില്ല. അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സദ്വാർത്ത. അന്നോളം മനുഷ്യനെ അലട്ടിയ സകലവിധ സംശയങ്ങൾക്കും ഭയങ്ങൾക്കും ആകുലതകൾക്കുമുള്ള ഉത്തരം ശൂന്യമായ ഈ കല്ലറയിലുണ്ട്. അവൻ്റെ കല്ലറ മാത്രമേ ശൂന്യമാവുന്നുള്ളൂ. കല്ലറയിലില്ലാത്ത അവൻ പിന്നെ എവിടെയുണ്ട്? അവൻ ഇവിടെയില്ല എന്ന വാർത്ത ഏറ്റവും വലിയ സദ്വാർത്തയായി മാറുന്നത് എങ്ങനെയാണ്? അവൻ പിന്നെ എവിടെയുണ്ട്? അടക്കം ചെയ്ത കല്ലറയിൽ മാത്രമേ അവനിപ്പോൾ ഇല്ലാതായിട്ടുള്ളൂ. മറ്റെല്ലായിടങ്ങളിലും അവൻ്റെ സ്നേഹ സാന്നിധ്യമുണ്ട്. എന്തിനാണ് നീ കരയുന്നതെന്നാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം. കണ്ണീർ തൂവുന്ന മറിയത്തിനരികെത്തി യേശുവളെ ആശ്വസിപ്പിക്കുകയാണ്. അത് സങ്കടപ്പെടുന്ന, കരയുന്ന, ഒറ്റയ്ക്കായി പോകുന്ന മനുഷ്യർക്കാണ് ഇനിമേൽ ക്രിസ്തുവിൻ്റെ ദർശനം ആദ്യം കിട്ടുക. എൻ്റെ കണ്ണീർ വേളകളിൽ ചേർന്ന് നിൽക്കാനും ആശ്വസിപ്പിക്കുവാനും എനിക്ക് ഇനി ആരുമില്ല എന്ന് സങ്കടപ്പെടരുത്. ഞാനില്ലേ കൂടെ കരയരുതെന്നാണ് ആ മൃദു മന്ത്രണം ഉയരുന്നത്. ഭയപ്പാടുകളിൽ നമ്മളിങ്ങനെ വാതിലുകളും കഥകളുമൊക്കെ അടച്ച് വീടിനകത്തും മനസ്സിനകത്തും കയറി ഒളിച്ചിരിക്കാറില്ലേ? അതിൻ്റെ മധ്യത്തിൽ അവൻ വന്നിട്ട് പറയും, ഉദ്ധിതനായ ക്രിസ്തുയേശു വന്നിട്ട് പറയും, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. എല്ലാ ഭയത്തെ അകറ്റുന്ന ഉയർപ്പിൻ്റെ സമാധാനം. തുടർന്ന് പ്രത്യക്ഷനാകുന്ന വേളകളിലൊക്കെ സമാധാനത്തോടെ ഇരിക്കാനായിട്ട് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്തരം ചില ആശംസകളൊക്കെ ക്രിസ്തുയേശുവിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഉദ്ധിതൻ കൂടെയുണ്ടെന്ന ചിന്തയിൽ ഇനിമേൽ സകല ഭയപ്പാടുകളെയും ആകുലതകളെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. അടച്ചിട്ട മുറിക്കുള്ളിൽ പോലും ആരും തനിച്ചല്ല. ക്രിസ്തുയേശുവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്നതാണ്. പ്രഭാത കിരണത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ക്രിസ്തുയേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും, സമൃദ്ധിയായ ദൈവിക അനുഗ്രഹങ്ങളും സ്വർഗീയ ശ്രീ ഭണ്ഡാരം തുറന്ന് ലഭിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.